അപ്പോൾ നമ്മുടെ രക്തക്കുഴലുകളെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. അന്ധത ഇല്ലേ, പലർക്കും റെറ്റിനോപ്പതി, കിഡ്നിയിലേക്ക് വന്ന നെഫ്രോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി. ഇപ്പോൾ സൈലന്റ് കില്ലർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ എന്ന് പറയുന്നത് ഷുഗറിനെ കുറച്ചാൽ മാത്രം അസുഖം തീരില്ല. ഇൻസുലിൻ പറയും മേളോട്ട് പോണ്ട, നീ താഴേക്ക് വാ. ഓർഗൻ ഫെയിലർ എന്ന് പറയുന്നത് അവിടെയാണ്. ഷുഗർ വില്ലനാണോ എന്ന് ചോദിച്ചാൽ കെയർ ചെയ്ത് കൊണ്ടുപോയാൽ അവർ ഒരു പ്രയാസവും കാണിക്കില്ല. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തിരിച്ച് ഉള്ള നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ലെവലുണ്ടല്ലോ, അത് താഴേക്ക് പോകും. അപ്പോൾ നമ്മുടെ രക്തക്കുഴലുകളെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. കണ്ണിലേക്കുള്ളത്, താഴെ ഹാർട്ടിലേക്കുള്ളത്, കിഡ്നിയിലേക്കുള്ളത്, ലിവറിലേക്കുള്ളത്, നമ്മുടെ കാലുകളിലേക്കുള്ള രക്തക്കുഴലുകളെയാണ് കൂടുതൽ ഇത് ബാധിക്കുക. രക്ത ഓട്ടം കുറയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് പലപ്പോഴും അന്ധത ഇല്ലേ, പലർക്കും റെറ്റിനോപ്പതി, കിഡ്നിയിലേക്ക് വന്ന നെഫ്രോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി, ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസ് ഉണ്ടാക്കും. അത് പലപ്പോഴും നമ്മൾ അറിയാണ്ട് പോകും. ഇപ്പോൾ സൈലന്റ് കില്ലർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ കംപ്ലയിൻസ്, അതായത് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പല അവയവങ്ങളിലേക്ക് അത് ബാധിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ കോംപ്ലിക്കേഷൻ ആയി എന്നുള്ളത് അപ്പോഴറിയുന്നു. ഷുഗർ എന്ന് പറയുന്നത് ഷുഗറിനെ കുറച്ചാൽ മാത്രം അസുഖം തീരില്ല. അപ്പോൾ നമ്മൾ 6 മാസത്തിലൊരിക്കൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിഡ്നിയും കണ്ണിനെയും ഒക്കെ ഒന്ന് പരിശോധിച്ച് ഇവർക്കൊന്നും കുഴപ്പമില്ല എന്ന് വരുത്തി വെക്കണം. ഷുഗറിന്, ഡയബറ്റിസ് മെലിറ്റസിന് 15 വർഷമോ 20 വർഷമോ 35 വർഷമോ 40 വർഷമോ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് നടക്കാം. പക്ഷെ 2 വർഷം കൊണ്ട് കോംപ്ലിക്കേഷൻ ആകുന്ന ആളുകളും ഉണ്ട്. കാരണം ശ്രദ്ധിക്കാത്തതുകൊണ്ട്, നെഗ്ലക്റ്റഡ് ആയിട്ട് ഷുഗർ അമിതമായി നമ്മുടെ ശരീരത്തിലേക്ക് കൂടി പോകുന്നു. അപ്പോൾ അവർ കൺട്രോൾ, ഇപ്പോൾ ഒരാൾ ഹൈപ്പറായി പോകണമെന്ന് വിചാരിച്ചുള്ളൂ, അതായത് അയാൾ ഭയങ്കര ഹൈപ്പറായി പോകുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന അത്രയും പോകണ്ട, താഴോട്ട് വാ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ഇൻസുലിൻ. ഇൻസുലിൻ പറയും മേളോട്ട് പോണ്ട, നീ താഴേക്ക് വാ എന്ന് പറയും. അപ്പോൾ ആ ഇൻസുലിൻ്റെ അളവ് കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിന് പറ്റാണ്ടാകും. ഒരാളിന് പറ്റുന്ന ജോലിനേക്കാളും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ആ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ഇൻസുലിനും താഴേക്ക് പോയി, പക്ഷെ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ അവയവങ്ങളും പാടുപെടും. അവരും പറയും എന്നെക്കൊണ്ട് പറ്റില്ല, ഈ പണി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഫെയിലുവറിലോട്ട് പോകുന്നത്. ഓർഗൻ ഫെയിലർ എന്ന് പറയുന്നത് അവിടെയാണ്. എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ടയേർഡായി, ഞാൻ വീക്കായി, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ അവയവങ്ങൾ അകത്തിരുന്ന് പറയുകയാണ് എനിക്ക് പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഫെയിലറിലേക്ക് പോകുന്നത്. അപ്പോൾ ഷുഗറിനെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോയി കെയർ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോവുക.